ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു ത്രെഡ് നീഡ്. ഇന്ന് നമ്മൾ റെഡ് തുണി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു കിഡ്സ് ഫ്രോക്കാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. കിഡ്സ് ഫ്രോക്ക് ഇതൊരു 4 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. 4 വയസ്സെന്ന് പറയുമ്പം 4 വയസ്സുള്ള എല്ലാ പിള്ളേരുടെയും സൈസ് ഒരുപോലെ ആയിരിക്കത്തില്ല അറിയാം. ഇത് ചെസ്റ്റ് സൈസ് ഒരു 20, വെയ്സ്റ്റ് സൈസ് 20, ഹൈറ്റ് ഒരു 27 വരുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാം. ഇവിടെ 14 ഇഞ്ച് വീതിയിലും 11 ഇഞ്ച് ഇറക്കത്തിലും യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാബ്രിക്കാണ് എടുത്ത് മടക്കിയിട്ടിരിക്കുന്നത് 4 ഫോൾഡായിട്ട്. ഇപ്പം 1 2 3 4 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്. നമുക്ക് ഷോൾഡറും ചെസ്റ്റും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇവിടെ ഫുൾ ഷോൾഡർ 9.5 ആണ് വരുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതിയായിട്ട് 4.75 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 4.75 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 0.25 ഷോൾഡർ ഡൗൺ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 4.75 തന്നെ 4.75 എടുക്കുന്നത് 4.5 ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് 4.5 നമ്മൾ ആം ഹോൾ കൊടുക്കുന്നു. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഇവിടെയും 4.5 തന്നെ 75 ഉണ്ടോ എന്ന് നോക്കണം. നെക്ക് വിട്ട് 2.5 ആണ്. നെക്ക് ലെങ്ത് 3 ഇഞ്ചസ് ആണ്. 3 ഇഞ്ചസ് എന്ന് പറയുമ്പോൾ 3.5 കൊടുക്കുന്നുണ്ട്. ഷോൾഡറും കൂടെ മേളിൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ 3 ഇഞ്ചസ് ആയിട്ട് വരും. 2.5 വിട്ട് താഴെയും നോക്കണം. ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുക. ചെസ്റ്റ് ഇവിടെ 20.5 ആണ് വരുന്നത്. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.37 ആണ് വരുന്നത്. റൗണ്ട് ചെയ്തിട്ട് 5.4. 1 ഇഞ്ച് സീം അലവൻസ്. വേസ്റ്റും അതേ അളവ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 5.75 തന്നെ. 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ ഡൗണും കൂടെ കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച്. 1/2 ഇഞ്ച് ഇല്ല, 0.25 കൊടുക്കുന്നുള്ളൂ. ഇവിടെ യോക്കിൻ്റെ അവിടെ ഒരു 0.25 നമ്മൾ മേലോട്ടൊന്ന് ഒരു 1/2 ഇഞ്ച് മേലോട്ടൊന്ന് കയറ്റി കട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ 4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണേ ആം ഹോൾ. ആം ഹോൾ കട്ട് ചെയ്യാം. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് യോക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്ക് കട്ട് ചെയ്യണം. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ സിബ് വെക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണേ. ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിൽ തന്നെ സിബ് വെക്കാനുള്ള ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇനി എന്താണ്, ഇത് ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്ക് യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി സ്കേർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത്.
ഇവിടെ കട്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചില്ല, കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിന് ടോട്ടൽ ലെങ്ത്ത് 27 ആണ്. 10 ഇഞ്ചസ് നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന 17 ഇഞ്ചസ് ആണ് ഇവിടെ സ്കേർട്ടിന് എടുത്തേക്കുന്നത്. അതിൽ 1/2 ഇഞ്ച് മേളിൽ ജോയിൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അടിയിൽ 3 ഇഞ്ചാണ് മടക്കി എടുക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. കാരണം സാറ്റിൻ തുണി ആയതുകൊണ്ട് കുറച്ച് അധികം ഞാൻ മടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയിൽ കിടക്കും അടിഭാഗം. അത് കഴിഞ്ഞിട്ട് മുകളിൽ ബോക്സ് പ്ലീറ്റ് ആണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ബോക്സ് പ്ലീറ്റ് എനിക്ക് മുകളിൽ വേണ്ടുന്നത്, മുകളിൽ നമുക്ക് കാണത്തക്ക ഭാഗത്ത് 2 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് വണ്ണം എത്രയാണോ, സീം അലവൻസ് ഇല്ലാണ്ട് വേസ്റ്റ് വണ്ണം എത്രയാണോ അതിനെ, ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ ബോക്സ് പ്ലീറ്റാണ് വേണ്ടതെങ്കിൽ 2 ഇഞ്ച് കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? ഇവിടെ 13.75 ഫ്രണ്ട് യോക്ക് മാത്രം വരുന്നത്. അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചു, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 12 പ്ലീറ്റ്സാണ് എനിക്ക് കിട്ടുന്നത്. 12 പ്ലീറ്റ്സിന് ഒരു പ്ലീറ്റിന് എനിക്ക് 6 ഇഞ്ച് വേണം. അതായത് ഫ്രണ്ടിൽ 2 ഇഞ്ച്, ലെഫ്റ്റ് സൈഡിൽ 2 ഇഞ്ച് വേണം, റൈറ്റ് സൈഡിൽ 2 ഇഞ്ച് വേണം. ഇങ്ങനെയാണല്ലോ ബോക്സ് പ്ലേറ്റ് വരുന്നത്. അപ്പോൾ 2 ഇഞ്ച് ഇവിടെയും വേണം, 2 ഇഞ്ച് ഇവിടെയും വേണം, മണ്ടയിൽ 2 ഇഞ്ച് വേണം. അപ്പോൾ ടോട്ടലായിട്ട് 6 ഇഞ്ചസ് ഒരു പ്ലീറ്റിന് വേണം. അങ്ങനെ 12 പ്ലീറ്റ് എന്ന് പറയുമ്പോൾ 12 × 6 ടോട്ടൽ. അങ്ങനെ 76 ഇഞ്ച് വീതിയിൽ 20 ഇഞ്ച് ഇറക്കത്തിൽ 2 പീസ്, അതായത് മൊത്തത്തിൽ 76 ഇഞ്ച്, 38 വെച്ച് 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം 4 ഇഞ്ച് ഇറക്കത്തിലും 16 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ് എടുത്തേക്കുന്നത്. ഇതിനെ നമുക്ക് 2ആയിട്ട് മടക്കിയിടാം. 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട് 2 സ്ലീവ്സിനായിട്ട്. സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും കുറച്ച് പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് അധികം തുണി എടുത്തേക്കുന്നത്. ഇവിടെ ആം ഹോൾ റൗണ്ട് വന്നിരിക്കുന്നത് 8.5ഉം 7ഉം ആണ്. ബൈസെപ്സിൻ്റെ അവിടെയാണ് 7. അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ആം ഹോൾ റൗണ്ട് 9ഉം ബൈസെപ്സിൻ്റെ അവിടെ 7.5ഉം ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതിനുശേഷം ഇവിടെ ഫോൾഡഡ് സൈഡായിട്ടുള്ള സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഫ്രിൽസ് ഇടാനായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ബൈസെപ്സിൻ്റെ ഇവിടെ 3.75 വരണം, മുകളിലേക്ക് 4.5. ഇവിടെ ഉണ്ട് 3.75 ബൈസെപ്സിൻ്റെ അവിടെ, ആം ഹോളിൻ്റെ അവിടെ 4.5ഉം വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. ഒരു ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. അടിയിൽ 3.25 ടോട്ടൽ സ്ലീവ് റൗണ്ട് 6 ഇഞ്ചാണ്. അതൊരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ലൂസിങ് കൊടുത്തിട്ട് അതിൻ്റെ പകുതി 3.25 മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുക. സ്ലീവ് വരച്ചെടുക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ സ്ലീവ് വരച്ചെടുത്തേക്കുന്നത്. ഇവിടെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്ട്രാ കൊടുത്തേക്കുന്നത്. താഴെ അതുപോലെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഇടാൻ. ഇപ്പോൾ സെൻറ്ററിൽ മാത്രമായിട്ട് പ്ലീറ്റ്സ് വരും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ലീവ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ജോയിൻറ്റ് ചെയ്തിടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം, ഇത് ഇതിൻ്റെ നല്ല ഭാഗം. അപ്പോൾ ഫേസ് ടു ഫേസ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടിട്ട് ഒരു സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യാം.
സാറ്റിൻ തുണിയായിട്ട് വരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വരച്ചിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ തുണി കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം സാറ്റിൻ തുണി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് ആം ഹോൾ അറിയാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫ്രണ്ട്. ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 3 ഇഞ്ച് പ്ലീറ്റ്സ് ഇടാൻ കൊടുത്തത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം സ്റ്റിച്ചിങ്ങിന് ആദ്യം നമുക്ക് ബാക്ക് ഭാഗത്ത് സിബ്ബ് വെക്കാം. സിബ്ബ് വെക്കാനായിട്ട് ആദ്യം സിബിൻ്റെ ടോപ്പിൽ നമ്മൾ കറക്റ്റ് മുകളിലും താഴിലും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അളവിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ടോപ്പ് ഭാഗത്ത് ഞാനിവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഭാഗമാണ്. സിബിൻ്റെ നല്ല ഭാഗം കാണത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എവിടം വരെയാണോ മാർക്ക് ചെയ്തത് അവിടം വരെ മാർക്ക് ചെയ്ത് ബാക്കിലോട്ടും കൂടെ ഒന്ന് ആക്കി കൊടുക്കുക. ഇവിടം വരെയാണ് സിബ് വെക്കുന്നത്. അതുപോലെ ബാക്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഡ്രസ്സിലേക്ക് വെച്ചിട്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നെക്കിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ് ചെയ്തേക്കുന്നത്. നെക്ക് കട്ട് ചെയ്ത് മാറുന്നതുകൊണ്ട് അവിടെ സിബിൻ്റെ ആവശ്യമില്ല. അതിന് താഴേക്ക് സിബ് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കുന്ന രീതിയിൽ ബാക്കി വിട്ടിട്ട് സിബ് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ വരെ ആദ്യം നോർമലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അകത്തോട്ട് സ്റ്റിച്ച് വീഴാൻ വേണ്ടിയിട്ട് സിബ് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ അരികിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തത് ശരിയാണെന്നൊന്ന് നോക്കുക. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ മാർക്കിങ് തെറ്റിപ്പോവാതിരിക്കാനായിട്ട് ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് പോയിൻ്റ്, ഈ മാർക്ക് ചെയ്തേക്കുന്ന പോയിൻ്റ് ഇവിടെ നമ്മളൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അത് ജോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കുക മുകളിൽ നിന്ന് താഴേക്ക്. എന്നിട്ട് വേണം അരികെ സ്റ്റിച്ച് ചെയ്യാൻ. എന്തെങ്കിലും ഏറ്റക്കുറച്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ടേബിൾ ടോപ്പ് മെഷീൻ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രഷർ ഫുട്ട് കുറച്ച് വലുതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വലുതായതുകൊണ്ട് തന്നെ. എന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം എടുക്കും. ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോയെന്ന്. കറക്റ്റ് അല്ലെങ്കിൽ അഴിച്ചിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്.
ചെറിയൊരു ഗ്യാപ്പുണ്ട്. അത് സിബ് ഇങ്ങനെ തന്നെ ഗ്യാപ്പ് ഉള്ള സിബ്ബാണ് കേട്ടോ. അത്രയും ഇൻവിസിബിൾ അല്ല, കുറച്ചൊരു ഗ്യാപ്പ് ഉള്ള സിബ്ബാണ്. ഇതുകൊണ്ട് അത്രയും അരികെ ചേർത്ത് അടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മുടെ സിബ്ബ് വന്നേക്കുന്നത്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ് വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചൊന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്ക് നമുക്കൊന്ന് അടിച്ച് തിരിച്ചിടാം. അപ്പോൾ നെക്ക് രണ്ടും നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം, തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഇപ്പോഴേ പതിച്ചടിക്കണം. നമുക്ക് ഫ്രണ്ടും കൂടെ ഒന്ന് നെക്ക് അടിച്ചെടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. അതിന് ശേഷമാണ് പതിച്ചടിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് താണ്ട് ഇവിടെ ഒരു എംബ്രോയ്ഡറി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എംബ്രോയ്ഡറിയും ഇവിടെ ലേസുമാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഈ എംബ്രോയ്ഡറിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി കണ്ടു നോക്കണേ. സിമ്പിൾ എംബ്രോയ്ഡറിയാണ്, നമുക്ക് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൻ്റെ നല്ല ഭാഗവും ലൈനിങ്ങും കൂടെ, ഈ ക്രീപ്പ് മെറ്റീരിയലാണ് ലൈനിങ്. അപ്പോൾ ഫ്രണ്ട് നല്ല ഭാഗം ചീത്ത ഭാഗം അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലൈനിങ് ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നെക്ക് എത്ര മാർക്ക് ചെയ്തത് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. നെക്ക് വിട്ട് 2.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അതായത് ടോട്ടൽ 5 ഇഞ്ച് വരും, പകുതിക്ക് 2.5 ഇഞ്ച്. ടോട്ടൽ 3.5 ഇഞ്ച് നെക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഒന്ന് മറിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ തിരിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. ഈ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചിടാം. തയ്യൽ തുമ്പ് ലൈനിങ്ങിലേക്ക് വരുന്ന രീതിയിൽ വേണം തിരിച്ചിടാൻ. ക്യാൻവാസ് വെച്ചേക്കുന്നതായതുകൊണ്ട് പതിച്ചടിക്കണം നിർബന്ധമില്ല. ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കാനായിട്ട് ഹെമ്മിങ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കൈത്തയ്യലായിട്ട്, ഇല്ലെങ്കിൽ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ബാക്ക് പാർട്ടുമായിട്ട്. അതിന് മുന്നേ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടും ബാക്കും ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇത് ഫ്രണ്ട് ഭാഗം നല്ല ഭാഗമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് ജോയിൻറ്റ് ലൈനിങ് മാറ്റി കൊടുത്തിട്ട് ലൈനിങ്ങിൻ്റെ നോർമൽ തുണിയുടെ നല്ല ഭാഗം ജോയിൻ്റ് ചെയ്ത് കൊടുത്തു ലൈനിങ് പുറകിലേക്ക് മടക്കി വെക്കുക. പുറകിലേക്ക് വരുന്ന രീതിയിൽ കവർ ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഷോൾഡർ അന്നേരം ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും കാണാൻ പറ്റത്തില്ല, അകത്ത് പോയിട്ടുണ്ട്. ഇനി നെക്ക് പതിച്ചടിക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് സ്റ്റിച്ചിൻ്റെ ഭാഗത്ത്, ഈ സിബിൻ്റെ ഭാഗത്ത് താഴേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം. താഴെ വരെ ഫുള്ളായിട്ട് കൊടുക്കണ്ട, കുറച്ച് ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കണേ. ഇത് എനിക്കിപ്പോൾ ഇവിടെ സിബിൻ്റെ ഇറക്കം കുറവായതുകൊണ്ടാണ് എനിക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വരുന്നത്. സിബ് താഴെ വരെ ഉണ്ട്, 2 പീസും രണ്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എനിക്കിവിടെ ജോയിൻറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സിബ് നല്ല നീളമുള്ള സിബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടം വരെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടാമത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം പോലെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് പതിച്ചടിക്കാനായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തത് നമ്മളിങ്ങനെ കോർണർ ഒന്ന് പുറത്തേക്കാക്കി എടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുപ്പോൾ തിരിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് കാണാൻ പറ്റത്തില്ല, ഫ്രണ്ടിലും ക്ലീൻ ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൊള്ളുമോ എന്നുള്ള പ്രശ്നമൊന്നും വരത്തില്ല. ഇനി നമുക്ക് നെക്കൊന്ന് പതിച്ചടിക്കാം. അപ്പോൾ സിബിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ലൈനിങ്. അപ്പോൾ അതൊന്ന് സിബ് അടച്ച് വെച്ചിട്ട് ബാക്കിയും കൂടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ. അപ്പോൾ അത് മൊത്തത്തിൽ ക്ലോസ് ആയി കിട്ടും. ഇനി ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്, നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. ഓപ്പണായിട്ടിരിക്കുകയാണ് താഴെ ഭാഗം, അതും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കണം. ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് തുമ്പ് രണ്ടും കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് കുറച്ച് മുകളിൽ നിന്ന് ഒരു 0.25 4 ഇഞ്ച് വീതിയിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഓപ്പണിങ് ക്ലോസ് ആയി കിട്ടും. മൊത്തത്തിൽ ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. ഇവിടെ പതിച്ചും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഇത് നീറ്റായിട്ട് വരുവേ. ഈ പതിച്ചടിച്ചു കൊടുക്കാൻ നെക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ബാക്കിലേക്കാണ് പതിച്ചടിക്കുന്നത്. സിബിന് താഴേക്കും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് വരുന്നത്. എനിക്ക് അത്ര സിബ് വെക്കാൻ അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ടേബിൾ ടോപ്പ് മെഷീൻ്റെ പൈപ്പിംഗ് ഫൂട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബാക്കിൽ കുറച്ചുകൂടെ വീതിയുള്ള പൈപ്പിംഗ് ഫൂട്ടാണ്. നമുക്ക് കുറച്ചുകൂടെ അരികെ ചേർത്ത് അടിക്കാനും അല്ലെങ്കിൽ സിബ് തിരിച്ച് മേലോട്ട് ഇടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ വന്നിട്ട്, പിന്നെ ഈ സിബും കുറച്ച് വലുതാണ്, അത്രയും ഇൻവിസിബിൾ അല്ല, കുറച്ചൊരു ഗ്യാപ്പ് ഉള്ള സിബാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഓക്കെ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ബാക്കി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാം. ഇതിൻ്റെ സൈഡ് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ആദ്യം സൈഡ് ഒന്ന് ഓക്കെ ആക്കിയിട്ട് ലൈനിങ് ഒക്കെ ഒന്ന് വെച്ചിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ആദ്യം. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാമേ. നമ്മളിവിടെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗവും 2 സൈഡിൽ പ്ലീറ്റ്സിനായിട്ടുള്ള ഭാഗവും ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 6 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഇടാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സോ ഗ്യാദേഴ്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. ഞാൻ ഇവിടെ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനിപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈ അടിഭാഗത്ത് ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. ബാക്കി നോർമലായിട്ട് തന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. വേറൊരു പീസ് എടുത്തിട്ടാണ് നമ്മൾ അടിഭാഗം തയ്ച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ സ്ലീവ് ഇവിടെ മുകളിലും താഴെയും ഞാൻ ഫ്രിൽസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഫ്രിൽസ് വെച്ചിട്ട് അടിഭാഗം മടക്കി തയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാ സ്ലീവും ചെയ്യുന്ന പോലെ തന്നെ സെൻറ്റർ കണ്ടുപിടിക്കുക, ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട് ആം ഹോള് മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്കേർട്ട് പോർഷൻ ഒന്ന് ബോക്സ് പ്ലേറ്റ് ഇട്ടെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്ലേറ്റ് ഇടാനായിട്ട് ഇവിടെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് മുകളിൽ വീതി വരുന്ന രീതിയിലാണ് ബോക്സ് പ്ലേറ്റ് ഇടുന്നത്. അതിനായിട്ട് ആദ്യത്തെ മാർക്ക് വിടുക, അത് മാർജിനായിട്ട് യൂസ് ചെയ്യുക. രണ്ടാമത്തെ മാർക്കിൽ നിന്ന് ആദ്യത്തെ മാർക്കിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് ഇതെല്ലാം പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ മൂന്നാമത്തെ മാർക്ക് മടക്കി നാലാമത്തെ മാർക്കിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലെ അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് പ്ലേറ്റ് വരുന്നത്. മുകളിൽ നിന്ന് കാണത്തക്ക ഭാഗത്ത് 2 ഇഞ്ചായിരിക്കും വരുന്നത്. ഉള്ളിലേക്ക് വീണ്ടും 2 ഇഞ്ച് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ബോക്സ് പ്ലേറ്റ് കിട്ടുന്നത്. ഇനി ഇത് യോക്ക് പാർട്ടിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഇവിടേക്ക് നമുക്കത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് വിട്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ലൈനിങ്ങാണ് വെക്കുന്നത്. ഒരു ക്രേപ്പിൻ്റെ ലൈനിങ് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു വൈറ്റ് കോട്ടൺ ലൈനിങ് കൂടെ ഇടുന്നുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്കേർട്ട് ബോക്സ് പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബോക്സ് പ്ലേറ്റ് ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. ഇനി ഇതിന് ലൈനിങ് വെച്ച് കൊടുക്കണം. ലൈനിങ് ഇതുവരെ വെച്ചിട്ടില്ല. ലൈനിങ് ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ലൈനിങ് വെക്കാനായിട്ട് ഞാൻ സ്കേർട്ട് ഇങ്ങനെയാണ് ജോയിൻ ചെയ്തെടുത്തേക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് ജോയിൻ ചെയ്തേക്കില്ല. സ്കേർട്ട് വേറെ, ബോഡി പാർട്ട് വേറെ ആയിട്ടാണ് ജോയിൻ ചെയ്തെടുത്തേക്കുന്നത്. കാരണം നമുക്ക് ലൈനിങ് വെക്കാനും ജോയിൻറ്റ് ചെയ്യാനും ഒക്കെ അതാണ് കുറച്ചുകൂടെ എളുപ്പം. ഈ ലൈനിങ് വെക്കാനും ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ലൈനിങ്ങും സ്കേർട്ടും ഒരുമിച്ച് ഒറ്റ ട്രിപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനി ലൈനിങ് വെക്കാനായിട്ട് മൊത്തത്തിലുള്ള വേസ്റ്റ്, ടോട്ടൽ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ ഇരട്ടി തുണി എടുക്കുക. നോർമലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് ഫ്രോക്കിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനെക്കാട്ടിയും 1 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു മൊത്തത്തിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഇവിടെയായിട്ട് നമുക്ക് കുറച്ച് വലിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാം. സ്കേർട്ടിന് ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ലൈനിങ്ങാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. ഒന്ന് ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണോ സ്കേർട്ട് വെച്ചത് അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വൈറ്റ് ലൈനിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കാരണം ഈ ഒരു സീം നമുക്ക് പുറത്തുനിന്ന് കാണാത്ത പിള്ളേരുടെ ദേഹത്ത് കൊള്ളാത്ത രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അതായത് അകത്തുനിന്ന് നോക്കുമ്പോൾ
ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സ്റ്റിച്ച് നമുക്ക് പുറത്തുനിന്ന് കാണത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതുപോലെ 2 ലൈനിങ് കൊടുത്തത് വേറൊന്നും കൊണ്ടല്ല, ഇത് നോർമലായിട്ട് ഉപയോഗിക്കാനും നമുക്ക് സ്റ്റിഫ് നെറ്റോ അല്ലെങ്കിൽ ക്യാനോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ കുറച്ച് ഫുള്ളറായിട്ട് നിൽക്കും. ക്യാനൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഈ ക്രീപ്പിനകത്ത് ക്യാൻ കൊടുക്കാം, കുഴപ്പമില്ല. വൈറ്റ് ലൈനിങ് കൂടെ കൊടുക്കുമ്പോൾ കുറേയും കൂടെ അകത്ത് സീമും നമുക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഫുള്ളറായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ്ങിൻ്റെയും സ്കേർട്ടിൻ്റെയും പുറമേ ഉള്ള സ്കേർട്ടിൻ്റെയും അടിഭാഗം സ്റ്റിച്ച് ചെയ്യണം. സ്കേർട്ടിന് ഞാൻ ഫ്രണ്ട് സ്കേർട്ടിന് 3 ഇഞ്ചാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് മാർജിൻ കൊടുത്തേക്കുന്നത്. അത് 1.5 1.5 വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ 2 ലൈനിങ്ങിന് ഓരോ ഇഞ്ച് വീതമാണ് മടക്കി തയ്ക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. അതുപോലെ അതും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് വെച്ചു, ഞാൻ കുറച്ച് എംബ്രോയിഡറിയും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ചെറിയ എംബ്രോയിഡറിയും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യോക്കിനും കൂടെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്, അതിനുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ലേസാണ് വെച്ചേക്കുന്നത്. അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്, ലൈനിങ്ങിൻ്റെ മടക്കി തയ്ച്ചു. മൊത്തത്തിൽ ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. ബാക്ക് ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ ബോക്സ് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റിച്ചിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.